നിങ്ങൾ വായിച്ചു ന്യൂസായിരിക്കും ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. എന്താണ് സംഭവിച്ചത്? അവർ ഇസ്രായേലിനെതിരെയും അവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെയും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അതിൻ്റെ ജനറലിനെതിരെയും ചില സീനിയർ ഓഫീഷ്യൽസിനെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു. അതായത് അവരെ അറസ്റ്റ് ചെയ്യുക, ഈ രാജ്യമാണെങ്കിലും അതിൻ്റെ പ്രധാനമന്ത്രിയാണെങ്കിലും കുറ്റക്കാരാണ് എന്ന രീതിയിൽ പ്രോസിക്യൂട്ടർ അതായത് പാകിസ്ഥാൻ ഒറിജിനാണ്, ലണ്ടനിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്, അദ്ദേഹം ഒരു ഹ്യൂമൻ റൈറ്റ്സ് ലോയറാണ്. ആ പ്രോസിക്യൂട്ടറാണ് ഈ വാദം മുന്നോട്ട് വെച്ച് ഈ ജഡ്ജ്മെൻ്റ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കരീം ഖാൻ. ഇനി എന്താണ് സംഭവം ഉണ്ടായത്? ആ സമയത്ത് തന്നെ അമേരിക്ക വൻ പ്രതിഷേധം നടത്തിയിരുന്നു, മറ്റ് പല രാജ്യങ്ങൾ പ്രതിഷേധം നടത്തി. ആ സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററോട് കീറ്റ് സ്റ്റാമറോട് ചോദിച്ചു, ഈ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമോ ബ്രിട്ടനിൽ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. സംഭവം ശരിക്കും അങ്ങ് പിടിച്ചു. ഒരു കാര്യം പറയാം, ഇപ്പം ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ക്രൈം ICC അതിന് ഇനിയും കൂടുതൽ നാൾ അത് കോർട്ടായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സെനറ്റിലും അതേപോലെ തന്നെ അമേരിക്കൻ കോൺഗ്രസ്സിലും ബില്ല് പാസ്സാക്കി. അതായത് ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പോൾ ഭരിക്കുന്നത് ബൈഡൻ ഡെമോക്രാറ്റ്സ് ആണ്. അവരുടെ മെമ്പേഴ്സ് ഓഫ് റെപ്രസെൻറ്റേറ്റീവും മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റേറിയൻസും എല്ലാവരും കൂടെ ചേർന്ന് റിപ്പബ്ലിക്കൻസുമായിട്ട് ജോയിൻ്റായിട്ട്, അതായത് ഒരുമിച്ച് ചേർന്ന് ഈ ICCക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞുള്ള അമേരിക്കൻ ഉപരോധം ഇതേപോലൊരു ഇൻ്റർനാഷണൽ ക്രൈം കോർട്ട് അത് ICCക്കെതിരെ ഏർപ്പെടുത്തിയുള്ള സ്ഥിതി എന്താണെന്ന് അറിയാമല്ലോ. പലർക്കും അറിയത്തില്ല. പറഞ്ഞു തരാം സംഭവം എന്താ ഉണ്ടാകാൻ പോകുന്നത്. അവർക്ക് ഏകദേശം 1000-അടുപ്പിച്ചുള്ള ജോലിക്കാരുണ്ട്. അതായത് ഹോളണ്ടിലാണ് ഇതിൻ്റെ ഈ കോർട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം ഈ 1000 വരുന്ന ജോലിക്കാർക്ക് ഈ പല ഭാഗത്തും ട്രാവൽ ചെയ്യണം, പ്രത്യേകിച്ച് അമേരിക്കയിൽ. കാരണം ലോകത്തിൻ്റെ ഈ പറയുന്ന ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് വാർ ക്രൈം ആണെങ്കിൽ ജനസൈഡൊക്കെ സംബന്ധിച്ച് ഇതിൻ്റെ പല തെളിവുകൾ എടുക്കാൻ വേണ്ടിയൊക്കെ, കാരണം യുണൈറ്റഡ് നേഷൻ്റെ ന്യൂയോർക്കിലെ ഓഫീസ്, കാരണം അവിടെയാണ് കൂടുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തെളിവെടുക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഈ ഒഫീഷ്യൽസിനൊക്കെ അമേരിക്കയിൽ യാത്ര ചെയ്യണം. ഈ പറയുന്ന പല ജോലിക്കാരുടെയും, അതായത് ജോലി ചെയ്യുന്ന സീനിയറായിട്ടുള്ള ഒഫീഷ്യൽസ്, പ്രോസിക്യൂട്ടർ, അങ്ങനെ സീനിയറായിട്ടുള്ളവർ, ഇവരുടെ എല്ലാ കുടുംബം എന്ന് പറയുന്ന നല്ലൊരു ശതമാനം അവരുടെയൊക്കെ ഫാമിലി താമസിക്കുന്നത് അമേരിക്കയിലാണ്. അവർക്കിനി അമേരിക്കയിലോട്ട് പോകാൻ പറ്റത്തില്ല. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒഫീഷ്യൽസിനെ, ഈ ജഡ്ജസിനെയും, പ്രത്യേകിച്ച് അതിൻ്റെ പ്രോസിക്യൂട്ടറായ കരീം ഖാൻ ഉള്ളവരെ അറസ്റ്റ് ചെയ്യും. സാങ്ഷൻ ഇമ്പോസ് ചെയ്തു. എങ്ങനെയുണ്ട് സംഭവം? ഒട്ടുക്കലത്തെ പണിയാണ് അമേരിക്ക കൊടുത്തിരിക്കുന്ന ICCക്ക്. ഞാൻ പല ആവർത്തി നിങ്ങളോട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ അമേരിക്ക കാണുന്നത്, അത് ഡെമോക്രാറ്റ്സ് വന്നാലും റിപ്പബ്ലിക്കൻസ് വന്നാലും അവർ കാണുന്നത് അത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ടാണ്. ആ രീതി, കാരണം ജൂയിഷ് ആൾക്കാർ അത്ര പ്രഗത്ഭന്മാരാണ്. അപ്പം വളരെ സ്വാധീനമുള്ളവരാണ് അമേരിക്കയിൽ, അമേരിക്കൻ ജൂയിഷ് കമ്മ്യൂണിറ്റി. അവരെ വിട്ടുമാറി ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അമേരിക്കയുടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുണ്ട്. അവർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഹോളി ലാൻഡാണ്. അവിടെ ജൂയിഷ് കമ്മ്യൂണിറ്റി അവർ അതേപോലെ ബ്രദേഴ്സായിട്ടാണ് കാണുന്നത്. ഇങ്ങനൊരു സംഭവം അവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ, ഡിഫൻസിനെതിരെ എടുത്തു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ വലിയ പ്രശ്നമുണ്ട്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ അത് വലിയ ഇഷ്യൂ ആണ്. ഈ ബ്രിട്ടൻ്റെ സംഭവം നിങ്ങൾക്കറിയാം. അവിടുത്തെ ഇപ്പോഴത്തെ ലേബർ മന്ത്രിസഭയാണെങ്കിൽ അവിടുത്തെ പല മുസ്ലിം പാർലമെൻറ്റേറിയൻസിനും ഇസ്രായേലിനെതിരാണ്. പക്ഷേ ഇതൊന്നും അമേരിക്ക ചിലവാകത്തില്ല. അവർ അതിശക്തമായ രീതിയിൽ ആക്ഷൻ എടുക്കും. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ക്രൈമിൻ്റെ അതിൻ്റെ ജഡ്ജിയൊക്കെ അമേരിക്ക, കാരണം ഇവരൊക്കെ ഫാമിലി ഉണ്ട് അവിടെ. അതുമല്ല, ഇതിൻ്റെ സീനിയറായിട്ടുള്ള പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ട്. പല പ്രോസിക്യൂട്ടേഴ്സ് വളരെ ഏറ്റവും സീനിയർ എന്ന് പറയുന്നത്, ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് ഈ പറയുന്ന കരീം ഖാനും മറ്റുള്ള സീനിയറായിട്ടുള്ള ലോയേഴ്സ് ഉണ്ട്. ഇവരൊന്നും ഒരു കേസുമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ചെന്ന് അറസ്റ്റ് ചെയ്യും. അവരുടെ ഫാമിലിയെ പോലും പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായ സംഭവം എന്തുവാ,
ഇതിനകത്ത് ജോലി ചെയ്യുന്ന ഏകദേശം 900-1000 പേരിൽ ഏകദേശം 500ഓളം പേര് ഇപ്പോൾ റിസൈൻ ചെയ്യും. അതായത് ആ കോട്ടയില്ലാതായി. ഇപ്പോൾ അപ്പം ഇത് ഈ പറയുന്ന ഇസ്രായേലി പ്രൈം മിനിസ്റ്റർക്കെതിരെയൊക്കെ ഇത് വാറണ്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കേരളത്തിലെ സുഡാപ്പികളൊക്കെ എന്തോ ആഘോഷമാരെന്നറിയും. ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യാൻ പോകുന്നു. അന്നേ ഞാൻ പറഞ്ഞു, ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സംഭവം ഉണ്ടായിക്കഴിഞ്ഞു, വാർ ക്രൈം ആണെങ്കിലും ജനസൈഡ് ആണെങ്കിലും മറ്റ് സംഭവം, ഇതിനെപ്പറ്റി വലിയ ഹൈലൈറ്റ് ചെയ്താണ് അൽ ജസീറ ഭയങ്കര വാർത്ത കൊടുത്തു. ഇപ്പം മിണ്ടുന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമാണ് ഡിസിഷൻ എടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലൊരു MP CPM ജോൺ ബിട്ടാസ് അദ്ദേഹം രാജ്യസഭയിൽ ചോദിച്ചു നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോട്, അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ വന്നാൽ അറസ്റ്റ് ചെയ്യും. പുള്ളി കൊടുത്ത മറുപടി കണ്ടോ നിങ്ങൾ? ഇന്ത്യയുടെ ഏറ്റവും അടുത്ത രാജ്യമാണ്, ഇന്ത്യക്ക് എല്ലാ ആവശ്യ സമയത്തും ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇന്ത്യ ഈ പറയുന്ന ICCയിലെ വലിയ അംഗമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഇന്ത്യ അങ്ങനെ തീരുമാനമെടുത്ത്? അത് ഇന്ത്യയുടെ പോളിസിയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഏറ്റവും സൗഹൃദമുള്ള രാജ്യമാണ്. നമുക്ക് ക്രൈസിസ് വന്ന സമയത്ത്, ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മളെ എല്ലാ രീതിയിലും, അതായത് തന്ത്രപരമായിട്ടുള്ള പാകിസ്ഥാൻ ഈ അറ്റാക്ക് നടന്ന സമയത്താണെങ്കിൽ നമുക്ക് വെപ്പൺസ് തരാനും അവരുടെ ആൾക്കാരെ വന്ന് നമ്മളിവിടെ ട്രെയിൻ ചെയ്യാനും ഇന്ത്യൻ പട്ടാളക്കാർക്ക് ട്രെയിനിങ്ങും കൊടുക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. കാരണം പൂർണ്ണമായിട്ട് അന്ധമായിട്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യം. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ഓരോ വർഷം ഏകദേശം 2000-3000 ഇന്ത്യൻ ഡിഫൻസിലുള്ളവരാണ് ഇസ്രായേലിൽ പോകുന്ന ട്രെയിനിങ് എടുക്കാൻ. കാരണം അവരുടെ പല എക്യുപ്മെൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് അപ്പാരറ്റസ് അത് മുഴുവനും റീസ്ട്രക്ചർ ചെയ്ത് ഇത്രയും ആക്യുറേറ്റ് ആക്കിയെടുത്ത് ഇസ്രായേലി ഒഫീഷ്യൽസാണ്. അപ്പം നമ്മുടെ സെക്യൂരിറ്റി മാറ്റം, നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോഴും, അതേപോലെ പ്രധാന ഇവൻ്റായ റിപ്പബ്ലിക് ഡേ പോലും, അതിൻ്റെ പോലും പൂർണ്ണമായിട്ടുള്ള സെക്യൂരിറ്റി, അവൻ്റെ മേൽനോട്ടം എന്ന് പറയുന്നത് ഇസ്രായേലി ഒഫീഷ്യൽസാണ് വന്ന് ചെയ്യുന്നത്. കാരണം ഇവിടെ ഉണ്ടാവരുത്. ഇപ്പോൾ കാശ്മീരിൽ ആർട്ടിക്കിൾ 370 വന്നു. അതിനുശേഷം കാശ്മീരിൽ, കാരണം പലയിടത്തും നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, പലയിടത്തും ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്താൻ പറ്റത്തില്ല. പക്ഷെ അതിനുശേഷം ആലോചിച്ച് നോക്കുക, നമ്മളെല്ലായിടത്തും കാശ്മീരിൽ ഇന്ത്യൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു. അതാണ് അതിൻ്റെ വ്യത്യാസം. കാരണം നമുക്ക് അതേപോലെ ട്രെയിനിങ് കിട്ടി. അതായത് ഇന്ത്യൻ സെക്യൂരിറ്റി, അതേപോലെ തന്നെ ഇൻ്റലിജൻസ് ഒഫീഷ്യൽസിന് വെൽ ട്രെയിൻഡായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് നമ്മൾ ഈ പാകിസ്ഥാനിൽ പോയിട്ട് ഓരോ ടെറർ നേതാക്കളെയും കൊല്ലുമ്പോൾ അവനെയൊക്കെ ഒതുക്കിയതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ട് ഇതേപോലെയുള്ള ഹാർഡ് കോറായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് ഈ അണ്ടർ കവർ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിട്ട് ഇന്ത്യ പാകിസ്ഥാനിലാണ് ലോകത്തെവിടെയും നടത്തുന്നത്. ഇൻക്ലൂഡിങ് നമ്മൾ അമേരിക്ക പോലും നടത്താൻ ശ്രമിച്ചു, കാനഡയെ നമ്മൾ നടത്തി. അത് നമ്മുടെ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ അതേപോലെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആ വൃത്തികെട്ട ഒരു പഴയ ദേശാഭിമാനി ഭയങ്കര പത്രമാണെന്ന് പറയും, ഇൻ്റർനാഷണൽ പത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദിച്ച ആളോട് കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇപ്പോഴെങ്കിലും ആൾക്കാർക്ക് പിടികിട്ടിക്കാണും എത്രമാത്രം ബന്ധമാണ് ഇന്ത്യ ഇസ്രായേൽ എന്ന് പറയുന്നത്. അതാണ് പ്രൂവ് ചെയ്ത അമേരിക്ക തോട്ടിലെടുത്ത് കളഞ്ഞു. എന്തോ കോപ്പ് ഇൻ്റർനാഷണൽ കോർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ കയറിപ്പോരെന്ന് പറഞ്ഞു. ഒഫീഷ്യൽസിനോട് പറഞ്ഞ് ഇവിടുന്ന് പാക്ക് ചെയ്തു. കാരണം ഇവരുടെ കുറച്ച് ഒഫീഷ്യൽസ് ടെമ്പററി ആയിട്ട് അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. കാരണം ന്യൂയോർക്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്ത് പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. അതായത് മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വലിയൊരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് ഇസ്രായേലിനെതിരെ ഈ ജഡ്ജ്മെൻറ്റും ഈ അവിടുത്തെ പ്രോസിക്യൂട്ടറായ കരീം ഖാൻ ഒരു സെക്ഷൽ കേസിൽ വരെ കുടിയും കിടക്കുകയാണ്. അതിനുശേഷം ഇതൊക്കെ വന്നിരിക്കുന്നത്. അതായത് വരാൻ പോകുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്ന സാധനമില്ലാതെ, കാരണം അമേരിക്ക അവർക്ക് സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞ് ഈ സാധനമില്ല. ഇനി മറ്റുള്ള അമേരിക്കയുമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങളുണ്ട്, ഏറ്റവും അടുത്ത രാജ്യങ്ങളിൽ, ആ രാജ്യങ്ങളിൽ പോലും ഇവരുടെ ആൾക്കാരെ കയറ്റത്തില്ല. ഈ ജഡ്ജസിനെയും കയറ്റത്തില്ല, ഒഫീഷ്യൽസിനെയും കയറ്റത്തില്ല. പിന്നെ എവിടെ നിന്ന് ഇവർ ഫങ്ഷൻ ചെയ്യും? ഒരു ചോദ്യമാണ്. പിന്നെ എവിടെ നിന്നൊരു ഫങ്ഷൻ ചെയ്യും? കാരണം ഫങ്ഷൻ ചെയ്യാൻ സ്പേസ് പോലും ഇല്ലാതായി. ഈ പറയുന്ന ഡച്ച് ആണെങ്കിലും അത് അമേരിക്കയുടെ ഏറ്റവും നല്ല അടുത്ത പാർട്ട്ണറാണ്.
അവർ പോലും ഇവന്മാരെ പാക്ക് ചെയ്യും. നിങ്ങൾ കണ്ടോണോ, ഡച്ച് ഗവൺമെൻറ് എൻ്റെ പറയും ഇറങ്ങി പോയിക്കോളാൻ പറയും. ഇത്രയേ ഉള്ളൂ ഈ സംഭവം. അതായത് ഈ ചില ആൾക്കാർ പറയത്തില്ലേ, കളിക്കേണ്ടവനോട് മര്യാദ, കാരണം കളി ആരോടാണ് കളിക്കേണ്ടത് അവനെ നോക്കിക്കണ്ട് കളിച്ചോണം, അല്ലെങ്കിൽ കളി പാളിപ്പോവും. ഇതാണ് ബേസിക്കലി സുഡൂസിനും കൂട്ടർക്കും ഇൻ്റർനാഷണൽ ക്രൈം കോർട്ടിനൊക്കെ കിട്ടിയ ഏറ്റവും വലിയ അടിയാണിത്.